രാവിലത്തെ ചായക്കുടി കഴിഞ്ഞ പാടും കോഴിക്കോടിലേക്ക് ഒരു യാത്ര, അതും നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷയിൽ. ഇന്ന് നമ്മളിപ്പോ സനയും സനന്റെ ഉപ്പയും ഉണ്ട്. എവിടെ പോയാലും ഈറ്റിംഗ് ഫുഡ് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി നാശ്രയിക്കാനും വേണ്ടി അവിടെ നമ്മളെല്ലാവരും പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. ദില്ലി മുട്ടായും കൂടി കിട്ടിയിട്ടാകുമ്പോൾ അവർക്ക് രണ്ടാക്കും സന്തോഷമായി. അങ്ങനെ നമ്മളായിരുന്നു വിട്ടട്ടാ. പിന്നെ ഒരു 12-12:30 മണിയാകുമ്പോഴേക്കും നമ്മൾ കൊയിലാണ്ടിയിലെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവിടെ ഷുഗർ, പ്രഷർ, അലർജി, കിഡ്നി സ്റ്റോൺ അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ല ആയുർവേദിക് മരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എത്തി നോക്കുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം അവിടെ പോസ്റ്റായി. പിന്നെ നമ്മൾ 3-3:30 മണിയാകുമ്പോൾ അവിടെ നിൽക്കേനി. അപ്പോഴേക്കും ഞങ്ങളെ വയറിന് നല്ല വിശപ്പ് തുടങ്ങിയിട്ടാ. പിന്നെ കൊയിലാണ്ടിലുള്ള ഏതോ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ച് ബിരിയാണി തിന്ന് ക്ഷീണം മാറ്റാൻ കുറച്ച് വണ്ടിയിലിരുന്ന് പിന്നെ നമ്മൾ എവിടെ പോകാന്നുള്ള പ്ലാൻ ഇട്ടാ. അപ്പം വിചാരിച്ച് നമ്മൾ കോഴിക്കോട് മുട്ടായിത്തെരുവ് പോയാലോന്ന്. അങ്ങനെ ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മൾ കോഴിക്കോട് മുട്ടായിത്തെരുവിലേക്ക് എത്തി. എൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിട്ട് അടുത്ത തെരുവിലേക്ക് വരണം എന്നുള്ളത്. യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ തന്നെ കുറവ് റേറ്റിലായിട്ട് അടുത്ത സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. 30 രൂപക്ക് കമ്മൽ നമ്മൾ നാട്ടിൽ നിന്ന് ഷോപ്പിൽ 250 രൂപയെല്ലാം കൊടുത്തിട്ട് വാങ്ങുന്ന കമ്മൽ ഇടുന്ന വെറും 30, 60, 100 രൂപക്കെല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗിന് 50 രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടാ. അതുമാത്രമല്ല ചെരുപ്പ്, ഷൂസ്, ഡ്രസ്സ് എല്ലാം വെറും ചീപ്പ് റേറ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ മീഷോയിൽ 250, 300, 350 കൊടുത്ത് വാങ്ങുന്ന വാട്ടർ ബോട്ടിൽ ഇരുന്ന് വെറും 50, 100, 150 രൂപക്കെല്ലാം ഇരുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ കണ്ടു നോക്കിയോ വാങ്ങിയിട്ടെല്ലാം നമ്മൾ അവിടെ കഴിയുമ്പോൾ രാത്രി 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കുക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ എടുക്കുന്നവരെ ടാറ്റാ.